ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. ദാഹം മാറാൻ മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറാനും പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അവിൽ മിൽക്കിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള അവിലാണ്. പിന്നെ അവിലെടുക്കുമ്പോൾ ഇതുപോലെ ചുവന്ന കളറിലുള്ള അവിലെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അവിൽ വറക്കുമ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് വേണം വറുത്തെടുക്കാൻ. ഇതുപോലെ നമ്മൾ കയ്യിൽ കുറച്ചെടുത്തിട്ടൊന്ന് തിരുമ്മി നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരണം. ആ രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. ഒന്നിക്ക് നമുക്ക് അങ്ങനെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്താലും മതി. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് പഴം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അവിൽ മിൽക്കിന് വേണ്ടിയിട്ട് എടുക്കുക പാളയംകോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴമാണ്. അത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റോ പഴമോ അതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ 1 ഗ്ലാസ് അവിൽ മിൽക്കിൻ്റെ അളവാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ചെറിയ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറുത്ത നിലക്കടല അല്ലെങ്കിൽ റോസ്റ്റഡ് പീനട്ട്. ഈ നിലക്കടല നമ്മളിതിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് അവിൽ മിൽക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ പഴത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിലക്കടലയ്ക്ക് പകരമായിട്ട് കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാല് വേണം. പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ആ പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാര നന്നായിട്ട് അലിയുന്ന രീതിയിൽ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി അവിൽ മിൽക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴവും പാലും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതൊരു 3-4 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കുക. അവിലും അത് 2-3 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മേലെ ആ നിലക്കടല ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റിന് പകരം ഹോർലിക്സോ അല്ലെങ്കിൽ ബോൺവിറ്റോ എടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിക്ക് പകരം നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അതിന് ശേഷം ഇനി വീണ്ടും ആ പാലും പഴവും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തിക്നെസ് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലെയർ ചെയ്തെടുക്കാം. അതായത് കുറച്ചും കൂടി ലൂസായിട്ടൊക്കെ വേണമെങ്കിൽ അപ്പോൾ പാലും പഴവും കൂടിയിട്ടുള്ള മിക്സ് കൂടുതലായിട്ട് ചേർത്തിട്ട് അവിലിൻ്റെയും പീനട്ടിൻ്റെ അളവ് കുറച്ചും കൂടി ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോന്നായിട്ട് വീണ്ടും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം ഒരു ഭംഗിക്കായിട്ട് ഇതിൻ്റെ നടുവിലൊരു ചെറിയും കൂടി വെച്ചിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇതിൻ്റെ മേലെ വെതറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാം. നല്ല ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. ദാഹം മാറാനും അത്യാവശ്യം വിശപ്പ് മാറാനും പറ്റുന്ന ഒന്നാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്